ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? 1 BHK 2 BHK ഒന്നും അല്ലെങ്കിലും ഇതെൻ്റെ സ്വർഗ്ഗാട്ടാ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് എൻ്റെ വില്ല, അതായത് വില്ലയുടെ ഗേറ്റ് ആട്ടാ. ഇതാണ് എൻ്റെ വില്ല. എൻ്റെ വില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത്രയും വലിയ വില്ലയിൽ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന്. ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളടക്കം 17 ഫാമിലീസ് ഈ വില്ലയിലുണ്ട്. ആദ്യം തന്നെ ഈ വില്ലയിലത്തെ പുറത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പുറത്ത് ഞങ്ങൾക്ക് വിശാലമായിട്ടൊരു സ്ഥലം തന്നെയുണ്ട്. അതുകൊണ്ട് എത്ര വണ്ടികൾ വേണമെങ്കിലും ഇടാം. പക്ഷേ വണ്ടികൾ കൂടുതലായാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പിള്ളേർക്ക് കളിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗോപുരം പോലെ സിറ്റ് ഔട്ടും പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ സിറ്റ് ഔട്ടിൽ ഇപ്പോൾ അങ്ങനെ ആരും ഇരിക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചൂടാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഞങ്ങളടക്കം ഇവിടെ ഗ്രില്ല് ചുടാറുമില്ല. ഇവിടുത്തെ ആൾക്കാരും ഒന്നും അങ്ങനെ ഗ്രില്ല് ചുടലില്ല. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സൗകര്യമാട്ടോ. താഴെ എപ്പോൾ വേണമെങ്കിലും പുറത്ത് ഇരിക്കാനും പിന്നെ തുണികളൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല സൗകര്യമാട്ടോ. ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലെ പിള്ളേർ പുറത്ത് ഇറങ്ങും കളിക്കാനൊക്കെ. ഒരു 2 മണിക്കൂറൊക്കെ കളിച്ചിട്ടൊക്കെ അകത്ത് കയറി വരാൻ ചോദിക്കും. ഞാനും വിചാരിക്കും എന്തായാലും കളിക്കട്ടെ, നാട്ടിലാവുമ്പോൾ നല്ലപോലെ കളിയൊക്കെ കളിക്കേണ്ട പിള്ളേരല്ലേ, ഈ അകത്ത് അടഞ്ഞുകൂടി ഇരിക്കണ്ടല്ലോ. അപ്പോൾ അവനെ ഞാനിങ്ങനെ കളിക്കാൻ വിടും. ഇനി കയറി ചെല്ലാൻ പോകുന്നത് എൻ്റെ സ്വർഗരാജ്യത്തിലേക്കാട്ടാ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു വലിയൊരു ഡോറുണ്ടാവും. ഈ ഡോറിൽ കയറി ചെല്ലുമ്പോൾ തന്നെ, അതായത് നമ്മൾ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ആട്ടോ. ഇത് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മുകളിലത്തെ കാര്യങ്ങൾ എടുത്തില്ല. ഇതാണ് എൻ്റെ റൂം, അതായത് എൻ്റെ സ്റ്റുഡിയോ. കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു രാജകീയമായിട്ടൊരു കട്ടിൽ കിടപ്പുണ്ട്. അതിലെൻ്റെ കുഞ്ഞ് കിടപ്പുണ്ട്. കുഞ്ഞ് കിടന്ന് ഉറങ്ങാം കേട്ടോ. അവൻ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ സോഫയുണ്ട്. ഈ സോഫയുടെ അപ്പുറത്ത് ഇങ്ങനെ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഫോൺ ഉണ്ടെങ്കിലും ഒക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഒരു സിംഗിൾ ബെഡ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിംസും, പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ. അതായത് നമ്മൾ 4 മെമ്പേഴ്സിന് ഈ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ തന്നെ ധാരാളം. അതുപോലെ തന്നെ ഇവിടെയും വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിൻഡോസിൽ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പുറത്തെ വില്ല അറബിക്കാരൻ്റെ ആട്ടോ, വലിയൊരു വില്ലയാണ്. പിന്നെ അതുപോലെ തന്നെ ഷോക്കേസ് ഉണ്ട്. ഈ ഷോക്കേസ് ഞങ്ങൾക്ക് അറബി വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അറബി വീട്ടിൽ നിന്ന് കിട്ടിയതല്ല, അറബിക്കാർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നാത്തൂർ ഞങ്ങൾക്ക് എടുത്തു തന്നതാണ്. അങ്ങനെ ഞങ്ങളത് കീപ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു ഷോക്കേസ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ഒരു TV സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അത്യാവശ്യം ഒരു വലിയ സ്റ്റുഡിയോ തന്നെയാണ് കേട്ടോ. പക്ഷേ കിച്ചൺ മാത്രം ഇതിൽ ഒരു ഇച്ചിരി ചെറുതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്ര വലുതല്ലെങ്കിലും അത്ര ചെറുതുമല്ല, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ നാളായി ഞാൻ പറഞ്ഞു ചേട്ടനടുത്ത് ഒരു എന്താ പറയുക ഷെൽഫ് വേണം. അങ്ങനെ ഞങ്ങളിത് സെക്കൻഡ് ഹാൻഡിൽ പോയിട്ട് ഒരു ഷെൽഫും മേടിച്ചു. ബാത്റൂമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇരുന്നോ കിടന്നോ എങ്ങനെ വേണമെങ്കിലും കുളിക്കാം, അത്രയും വലിയ ബാത്റൂമാണ്. ഇനി ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈവനിങ് ഒരു കാഴ്ചകൾ കേട്ടോ. ഇടയ്ക്ക് ഞാൻ ജോക്കുട്ടിനെയും കുഞ്ഞിനെയും ഒക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ. ഇത് കാണുന്നത് ഞങ്ങളുടെ വില്ലയിലത്തെ ബാക്ക് സൈഡാട്ടോ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലെ എങ്ങനെ ഇരിക്കും. പക്ഷെ നല്ല ഭംഗിയാട്ടോ. ചേട്ടൻ വരുന്ന ടൈം ആകുമ്പോൾ ഞാനും കുഞ്ഞും കൂടി പുറത്തിങ്ങനെ ഇറങ്ങിയിരിക്കും. അപ്പോൾ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ്, കൂടെ എനിക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഹോം ടൂർ? 1 BHK 2 BHK ഒന്നും അല്ലെങ്കിലും ഇതെൻ്റെ സ്വർഗ്ഗാട്ടാ. കാരണം ഒരു വീടെന്ന് പറയുന്നത് ഒരു ഫാമിലി ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റുഡിയോ എനിക്ക് എൻ്റെ സ്വർഗ്ഗമാണ്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന പോലെ എനിക്കും സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും